ഫുഡ് കഴിക്കണ സമയപ്പോൾ ഒളിച്ച് കിടക്കുന്ന കേട്ടോ. ഇവനറിയാം ഞാൻ കണ്ടുപിടിക്കൂല എന്ന്. അപ്പോൾ ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇന്ന് മോൻ്റെ വിശേഷങ്ങളും കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. മോനിങ്ങനെ നോക്കുന്ന കേട്ടോ എല്ലായിടും. പിടിച്ചാണോ കിടക്കുന്നത്? ബോളും പിടിച്ചാണോ പൊന്നു കിടക്കുന്നത്? അയ്യോ, ഇനി മമ്മി ഇത്തിരി നേരം കിടക്കട്ടെ, എന്നിട്ട് 3 മണിയാകുമ്പോൾ തുണി എടുക്കാൻ പോകും, അല്ലെങ്കിൽ വെയിൽ പോവും. ഇവിടെ പൊന്നേ പാവം എൻ്റെ മോൻ, അമ്മയുടെ ചക്കരക്കുട്ടൻ, അമ്മയുടെ പൊന്നു കുട്ടൻ ബോളൊക്കെ പിടിച്ച് കളിച്ച് ഒന്നും പറയണ്ട, അവനെല്ലാം അറിയാം. ഫുഡ് കഴിഞ്ഞാൽ എങ്ങനെ കിടക്കണം, എവിടെ കിടക്കണം ഒക്കെ അറിയാം എൻ്റെ പൊന്നും കുടത്തിന്. പാവമാണ് കേട്ടോ. മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില സമയത്ത് മുഖങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പാവമെന്ന് അറിയാമോ? പഞ്ചപാവങ്ങൾ. പഞ്ചപാവം എന്ന് വെച്ചാൽ പഞ്ചപാവം പറയാൻ പറ്റില്ല. നമ്മളല്ലാതെ വേറെ ആര് നോക്കാനല്ലേ എൻ്റെ മോനെ. എണീറ്റ ഒക്കത്തിന്ന് എണീറ്റ വെച്ചക്കണ്ണുണ്ടോ നിങ്ങൾക്ക്? ഓ ഓ ഓ ഓ കൊഞ്ചുന്ന് എൻ്റെ അടുത്ത് വന്ന് കൊഞ്ചനേ, എൻ്റെ അടുത്ത് വന്ന് കൊഞ്ചനേ, മമ്മിയുടെ അടുത്ത് വന്ന് കൊഞ്ചന് ഉറക്കത്തിന്ന് എണീറ്റിട്ട്. കൊച്ചു പിള്ളേർ വരൂലേ എന്ന് പറയുന്നത് പോലെ ഉറക്കത്തിന്ന് എണീറ്റ് അടുക്കളയിലേക്ക് വന്ന് മമ്മിയുടെ അടുത്ത് വന്നു. ഓ ഓ ഓ ഓ ഓ ഓ എൻ്റെ പൊന്ന്, ഇത്രയും നേരം മുങ്ങണമായിരുന്നാ? നല്ല തണുപ്പ് വന്നു. ഇനിയിപ്പോൾ വലിയ ബ്ലാങ്കറ്റ്, മോട്ട ബ്ലാങ്കറ്റൊക്കെ എടുക്കണം. കാലൊക്കെ ഭയങ്കര തണുപ്പ്. അപ്പോൾ ഇനിയും ഉറങ്ങുമല്ലോ ആ ബ്ലാങ്കറ്റിൻ്റെ അകത്ത്. അയ്യോ, വിശക്കണില്ലേ പൊന്നിന്? എനിക്കും മൂത്രമൊഴിക്കും വെള്ളം കുടിക്കും, എനിക്കും മൂത്രമൊഴിക്കും വെള്ളം കുടിക്കും. ചോ ചോ ഓ ഓ ക്ഷീണം മാറിയിട്ടില്ല എൻ്റെ പൊന്നിന്, ക്ഷീണം മാറിയിട്ടില്ല എൻ്റെ പൊന്നിന്, ക്ഷീണം മാറിയിട്ടില്ലേ, ക്ഷീണം മാറിയിട്ടില്ലേ എൻ്റെ പൊന്നിന്, ക്ഷീണം മാറിയിട്ടില്ലേ, ക്ഷീണം മാറിയിട്ടില്ല എൻ്റെ പൊന്നിന്. പൊന്നിന് ക്ഷീണം മാറിയോ? ഉറങ്ങി എണീറ്റിട്ട് ക്ഷീണം മാറിയില്ലേ? ഇത്രയും നേരം ഉറങ്ങണോ? എനിക്കും വെള്ളം കുടിക്കും, മൂത്രമൊഴിക്കാൻ കൊണ്ടുപോകും അമ്മ. പിന്നെയും കാലും കൈയും നടക്കും, എണീക്കും, മൂത്രമൊഴിക്കും, വെള്ളം കുടിക്കും. തണുപ്പത്ത് വെള്ളം മമ്മി ചൂടാക്കി വെക്കണുണ്ട് പൊന്നിന്. എല്ലാം ചൂടോടെ വെക്കണുണ്ട്, തണുത്ത വെള്ളം കുടിക്കാതിരിക്കാൻ. അമ്മയുടെ ചക്കരയാണേ, അമ്മയുടെ പോറ്റനാണേ, അമ്മയുടെ മൂറ്റാണേ. പച്ച വരുവാട്ടെ, എന്നിട്ട് പുറത്തേക്ക് പോവാട്ടെ. എന്നിട്ട് ചോദിച്ചപ്പാ ചുമ്മാ പച്ച വരുവാട്ടെ, എന്നിട്ട് പുറത്തേക്ക് പോവാട്ടെ. ആ ആ ആ ഒയ്യോ 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 മമ്മ 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 ഓ ഓ ഓ ഓ എൻ്റെ അമ്മ അവിടെ ഇരിക്കും. അമ്മയുടെ മടിയിലോ? അമ്മയുടെ മടിയിൽ കയ്യോ? എന്താണ് ഇങ്ങനെ കിടക്കണേ? അമ്മയുടെ മടിയിൽ കിടക്കണേ? എന്താണ് കിടക്കണേ? ക്ഷീണം വന്നിട്ട് കിടക്കണോ നിങ്ങൾ? എന്താണ് കിടക്കണേ? ക്ഷീണമാണ് കുഞ്ഞുങ്ങളെ പോലെ. അച്ഛ വന്നല്ലോ. അപ്പോൾ ഓടി അച്ഛ വന്നോണ്ട് ഓടിപ്പോ. ആ മോൻ്റെ വീഡിയോയുടെ കൂടെ ഞാൻ ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ വീഡിയോ, ഇന്നത്തെ കുക്കിംഗ് വീഡിയോയും കൂടെ കുറച്ച് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചോട്ടോ. അപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ ഇത് 2 തരം ചീരയാണ്. ഞാൻ മിനിങ്ങാനത്തെ വീഡിയോ കാണിച്ചായിരുന്നു കേട്ടോ. ഇത് സ്പീനാച്ചി, പലൻ ഷാഗ്, ഇത് കടുക് ചീര കേട്ടോ. അപ്പോൾ കടുക് ചീര ഞാൻ വേറെ വെക്കും. സ്പീനാച്ചി ഞങ്ങൾ പലതരത്തിലുണ്ടാക്കും. പലൻ ഷാഗ് ഉണ്ടാക്കും, പലൻ ഷാഗിൻ്റെ ക്രീം ഉണ്ടാക്കും, പനീർ ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട്. ഇപ്പോൾ ഈ സ്പീനാച്ചിയുടെ ടൈമാണ് ഈ തണുപ്പ് സമയത്ത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി ക്രീം ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ഒരു മുടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു മുടി വെച്ചിട്ടുണ്ട് രാത്രി ക്രീം ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇടേണ്ട സബ്ജി എന്ന് പറഞ്ഞാൽ എല്ലാത്തരം സബ്ജി ഇടാം. പക്ഷേ ഞാൻ ഇന്ന് ഇടുന്നത് ഇച്ചിരി അച്ചിങ്ങ, ഒരു ക്യാരറ്റ്, ഒരു മത്തങ്ങ വേണം കേട്ടോ. ഇതിൽ ഒരു ഇച്ചിരി, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. നമ്മുടെ കോളിഫ്ലവർ, പിന്നെ അതിൽ ബൈഗൻ, അതായത് കത്തിരിക്കയും ഇത് എന്താ പേര്, കത്തിരിക്കയും നമ്മുടെ മത്തങ്ങയും വേണം കേട്ടോ ഈ കറിക്ക്. പിന്നെ എല്ലാത്തരം പച്ചക്കറി ഇടാം, ഉരുളക്കിഴങ്ങ് ഇടാം. ഞാൻ ഉരുളക്കിഴങ്ങൊന്നും ഇട്ടില്ല. ഞാൻ ഇത്രയും പച്ചക്കറി വെച്ചിട്ട് ഒരു ചച്ചുടി, അതിൻ്റെ കൂടെ ഞാൻ ഈ സ്പീനാച്ചി ഇടും. പിന്നെ അതിന് മസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബോഡി, ഇത് നമ്മുടെ ഉഴുന്നിൻ്റെ ബോഡിയാണ്. അതായത് ഉഴുന്ന് അരച്ച് ഉണക്കി
എടുക്കുന്നതാണ് കേട്ടോ. ഇതിന് പൊടി എന്നാണ് പറയുന്നത്. ഇതൊന്നും ഞാൻ കടുകെണ്ണയിൽ, ഇന്നെല്ലാം കടുകെണ്ണയിലായി വയ്പ്പ് കേട്ടോ. അപ്പോൾ കടുകെണ്ണയിൽ ഞാനൊന്ന് വാർത്തെടുത്തിട്ട് പൊടിച്ചിട്ട് ചീരയിലും ഇച്ചിരി ഇടും. തണുപ്പല്ലേ, ഈ ചച്ചുടിയിലും ഇച്ചിരി ഇടും കേട്ടോ. അപ്പോൾ ഇതിൽ മസാലകളൊന്നുമില്ല. അതിന് വേണ്ടി ഞാനത് ഈ ചച്ചുടിയിലും ഇടാൻ വേണ്ടി, അതായത് ഈ മത്തങ്ങ ഈ പച്ചക്കറിയിൽ ഇടാൻ വേണ്ടി ഒരു ഇത്തിരി ഇഞ്ചി കേട്ടോ. ഈ കടുക് ചീരയിൽ ഇഞ്ചി, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ പച്ചക്കറിയിൽ ഇടാൻ വേണ്ടി കറുത്ത ജീരകം, ഇച്ചിരി പാഞ്ചഫോറൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ചീരക്കറിയിൽ ഞാൻ ഇച്ചിരി പാഞ്ചഫോറൻ, 2 സുഗുലങ്ങ, ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുള്ളൂ. അത് 2 കറിക്കും കൂടെ ആവും കേട്ടോ. വേറെ ഒന്നുമില്ല. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കണം, വേറെ ഒന്നുമില്ല. ഞാൻ എല്ലാം ഇന്ന് കടുകെണ്ണയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ തന്നെ ബോഡി ഒന്ന് വറുത്തെടുക്കാൻ പോകുന്നു. കടുകെണ്ണയിൽ ഒന്ന് വറുത്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എണ്ണ കടുകെണ്ണ ഒഴിച്ച് ചൂടായി ഞാൻ ഈ ബോഡി എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി എണ്ണ കൂടുതൽ വലിക്കും, ഉഴുന്നല്ലേ. വീഡിയോയിൽ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ, ഇല്ലെങ്കിൽ വീഡിയോ ലോങ് ആയിപ്പോൾ. മോൻ്റെയും കൂടെ വീഡിയോ ഉൾപ്പെടുത്തണ്ടേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇത് ബോഡി ഇങ്ങനെ വറുത്തെടുത്തു. എന്നിട്ട് ഇത് ഹെമദസ്തയിൽ പൊടിച്ചാലോ മിക്സിയിൽ ഒന്ന് കറക്കിയാലോ മതി കേട്ടോ. അധികം പൊടിയണ്ട, ഇച്ചിരി ഒന്ന് പൊടിച്ചത് പൊടിക്കാത്തത് എന്നുപോലെ എടുക്കും കേട്ടോ. ആ എണ്ണയിൽ തന്നെ ഞാനത് ചീരക്കുള്ളത് ഇടാൻ പോകുന്നു. പാഞ്ചഫോറൻ ഇതൊക്കെ കൂടെ ഇട്ടിട്ട് ചീര, വേറെ ഒന്നും ഇടൂല, ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ. പാഞ്ചഫോറൻ ഇട്ട് കുറച്ച് കാലാജീരകം ഈ പാഞ്ചഫോറനിലുണ്ട് കേട്ടോ. ഇത്തിരി കൊല്ലമുളക് ഇട്ടു, ഒരു ഇത്തിരി കൊല്ലമുളക് ഇട്ടതിന് ശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൽ മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ചീരകളിൽ ആരും മസാല തേങ്ങയും അങ്ങനെയൊന്നും ഇടാറില്ലേ. ഇച്ചിരി സവാള ഇട്ട് ഇച്ചിരി ഇഞ്ചി ഇട്ടിട്ട് ചീര അങ്ങോട്ട് വെക്കും, അടച്ചിടും. ഇതൊക്കെ തന്നെ കേട്ടോ. പിന്നെ ചച്ചുടിക്ക് ഞാൻ ഇത്തിരി ഇഞ്ചി ഇടും, വെളുത്തുള്ളി അത് ഇതൊന്നും ഇടില്ല കേട്ടോ. കടുക് ചീര ഇട്ടിട്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് വെള്ളം ഒഴിക്കാതെ അടച്ച് ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഇത്രയേ ഉള്ളൂ പണി. ഇപ്പുറത്ത് ചീനച്ചട്ടി വെച്ചു, കടുകെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അടുത്ത ചച്ചടിയുടെ പരിപാടിയാകും കേട്ടോ. കുറച്ച് കടുകെണ്ണ, ഒരു 1.5 സ്പൂൺ കടുകെണ്ണയും ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ചീര അടുപ്പത്തായി ഞാൻ അടച്ച് വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട്. ഒരു കാര്യം വിട്ടുപോയി, ചച്ചടിക്ക് ഞാൻ ഒരു ടൊമാറ്റോയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതലൊന്നുമല്ല, ഒരു ടൊമാറ്റോ. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വേണമെങ്കിൽ ബീൻസ് ഒരുപാട് സാധനങ്ങൾ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പച്ചക്കറി ഒരുപാടായിട്ട് കഴിഞ്ഞാൽ കുറേ കൂടുതലാവും, മോളില്ല കഴിക്കാൻ. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ മത്തങ്ങയും കത്തിരിക്കയും ഇടണം. നമ്മുടെ നീല കത്തിരിക്ക ആയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കടുകെണ്ണ ഇതായി ചൂടായി വന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി പാഞ്ചഫോറൻ ഇട്ടു, കുറച്ച് കേട്ടോ. കൂടുതലൊന്നുമല്ല, പാഞ്ചഫോറും കുറച്ചിട്ടു. കാലാജീരകം ഇപ്പോൾ ഈ തണുപ്പത്ത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കൈകാലൊക്കെ വേദന വന്ന് ചിക്കൻ ഗുനിയ വന്നപ്പോൾ ഞാൻ കേട്ടോ, അല്ലാതെ എനിക്ക് വേദനകളൊന്നും ഇല്ലായിരുന്നു. ചിക്കൻ ഗുനിയ വന്നപ്പോൾ പണി പാളി, എവിടെ നിന്നൊക്കെ വേദനകൾ വന്നു. ഒരു കാലൊക്കെ കുറവുണ്ട് കേട്ടോ, ഒരു കാലിന് ഇത്തിരി ഭാരം ഉണ്ടെന്നേ ഉള്ളൂ. നടന്ന് വരുമ്പോൾ ശരിയാവും. ഒന്ന് ഇരുന്നിട്ട് എണീക്കാനും കിടന്നിട്ടൊക്കെ എണീക്കാനാണ് ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ കറുത്ത ജീരകം വറുത്ത് കഴിച്ചാൽ ഇവിടെയുള്ളവർ പറയുന്ന വേദനകൾ മാറിക്കിട്ടുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി വറുത്ത് കഴിക്കും കേട്ടോ. എന്നിട്ട് ഇഞ്ചി ഇട്ടു, അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കുക കേട്ടോ. ഇഞ്ചി ഇട്ടു, ഇഞ്ചി ഇടണം, വെളുത്തുള്ളി ഒന്നും ഇടുന്നില്ല കേട്ടോ നമ്മളിതിൽ. ചിലവർ സവാള ഇടാറില്ല, ഞാനൊരു വലിയ സവാള ഇടുന്നുണ്ട്. ഇതൊന്ന് വഴണ്ടിട്ട് കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. എന്നിട്ട് ടൊമാറ്റോ ഇടുന്നു. ടൊമാറ്റോ ഒന്ന് കൊശി, അതായത് ഓരോന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇനി ചച്ചുടി എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ എല്ലാ പച്ചക്കറി ഇട്ട് വെക്കാം, എല്ലാം. ഞാനതിന് എല്ലാം വെക്കുന്നില്ല, ചില പച്ചക്കറികൾ മാത്രമേ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴണ്ടട്ടെ. പിന്നെയെന്ന് പറഞ്ഞാൽ പച്ചക്കറികളെല്ലാം മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ആദ്യം തന്നെ കഴുകി ഫ്രിഡ്ജിലേക്ക് വെക്കുക. അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിലൊക്കെ ഒരു സ്മെല്ല് വരും. നമുക്കറിയാമല്ലോ, മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ തുപ്പി ഇവിടെ തുപ്പിയൊക്കെ ആൾക്കാർ പോകുന്നത്. പല ആൾക്കാരും പോകുന്ന സ്ഥലവും അതിൻ്റെ അടുത്തൊക്കെ. ഇവിടെ എന്ന് പറഞ്ഞാൽ റോഡുകളിലൊക്കെ ഞാൻ പല വീഡിയോസിൽ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ നല്ലവണ്ണം കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷവും മഞ്ഞൾപ്പൊടി ഇട്ടൊക്കെ എല്ലാം കഴുകാൻ നോക്കണം കേട്ടോ. കോളിഫ്ലവറിൻ്റെ ഇടയിലൊക്കെ ഞാനെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഇട്ട് എല്ലാ ചൂടുവെള്ളത്തിൽ കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു ഇത്തിരി ഇരുന്നിട്ട് പിന്നെ 2 വെള്ളത്തിൽ കഴുകുക. കാരണം അതിൻ്റെ ഇടയ്ക്കൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊക്കെ പുഴുക്കളുണ്ടാവും കേട്ടോ. പിന്നെ ഈ വൃത്തി എന്ന് പറയുന്നത് ചെറിയവർക്കോ വലിയ വീട്ടിലുള്ളവർക്കോ ചെറിയ വീട്ടിലുള്ളവർക്കോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. വൃത്തി എല്ലാവർക്കും തുല്യമായ ഒരു കാര്യമാണ്. അത്
ചെറിയ കരവും വലിയ കരവും ഒന്നുമില്ല. വൃത്തി നമ്മളാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. വൃത്തിയായിട്ടും ശുചിത്വമായിട്ടൊക്കെ നമ്മളാണ് കണ്ടുപിടിക്കുന്നത്. അല്ലാതെ അതിന് വലിയ വീടോ ചെറിയ വീടോ വലിയ ആൾക്കാരൊക്കെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. വൃത്തി എല്ലാവർക്കും നല്ലതാണ്. അതിന് ചെറുതോ വലുതോ ഒന്നുമില്ല. പച്ചക്കറിയൊക്കെ കഴുകി വെക്കുന്നതിനും ചെറുതോ വലുതൊന്നും നോക്കരുത്. അത് അങ്ങനെയൊന്നുമില്ല. വൃത്തി എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരിയാണ് കഴിക്കണമെങ്കിൽ അത് ശരീരത്ത് പറ്റും കേട്ടോ. അല്ലാതെ നമ്മൾ കുറേ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് കേട്, അത് കേട്, ഇത് കേടൊക്കെ വരും. ഞാൻ ഈ പച്ചക്കറി ഇടാറുണ്ട്. പച്ചക്കറിയൊക്കെ ഞാൻ ഇടുന്നത്. ഞാൻ ലാസ്റ്റ് വേകാൻ സമയത്ത് മത്തങ്ങയും ചീരയും കൂടെ ഇടൂടെ, എന്നിട്ട് ഉപ്പിടും. കാരണം എന്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മത്തങ്ങ എന്തരിയുന്ന സാധനമല്ലേ. ഇതെല്ലാം കഴുകി മഞ്ഞൾപ്പൊടിയിലൊക്കെ നേരത്തെ കഴുകി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ അടച്ച് വെള്ളം ഒഴിക്കില്ല കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ കുറേ നേരം എടുക്കും കേട്ടോ. എന്നിരുന്നാലും നല്ലോണം വെന്ത് കിട്ടും. ഇത് അടച്ച് വെക്കാൻ പോകുന്നു ഞാൻ. അടച്ച് അവിടെ ഇരുന്ന് വേകട്ടെ. ചെറിയ ഫ്ലെയിമാട്ടോ, एकदम ചെറിയ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ബോഡി ഈ പാകത്തിൽ ഇങ്ങനെ പൊടിച്ച് വെച്ചത് കേട്ടോ. ഹെമദസ്തയിലിട്ട് ഒന്ന് ചെയ്താൽ മിക്സിയിൽ പോകില്ല. മിക്സിയിൽ ഒരുപാട് ഒരുപാട് അവിടെ പൊടിച്ച് കഴിഞ്ഞാൽ കൊള്ളൂല ഈ ഒരു രീതിയിൽ. അപ്പോൾ ലാസ്റ്റ് ഒന്ന് പോയി കൊടുക്കും, ഞാൻ കാണിച്ചു തരാം. ഇതൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉഴുന്ന് പരിപ്പിൻ്റെ കിട്ടും, പരിപ്പിൻ്റെ കിട്ടും, ചെറുപയറ്റും പരിപ്പിൻ്റെ കിട്ടും. നമ്മൾ ഏതാണോ ചോദിക്കുന്നത് കടയിൽ. ഞാൻ എപ്പോഴും ഉഴുന്നിൻ്റെയാണ് മേടിക്കുന്നത്. ഇവിടെയുള്ളവരൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ. പിന്നെ ഇത് സ്പീനാച്ചി എടുത്ത് വെച്ചു. പിന്നെ ചോറായി. പിന്നെ ഇന്നൊരു അക്കടി പറ്റിയതെന്താണെന്ന് വെച്ചാൽ ദീപക്ക് അവധിയാണ്. ദീപക്ക് വന്നിട്ടില്ല. അപ്പോൾ ഉള്ള പണി മൊത്തം ഒരു കുന്ന് പാത്രം കിടക്കുന്ന, രാവിലത്തെ റൊട്ടിയൊക്കെ ഉണ്ടാക്കിയതും എല്ലാം കിടക്കുന്ന. അപ്പോൾ നല്ല പണിയാണ് ഇന്ന്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കൽക്കട്ടയിൽ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഇപ്പോൾ തണുപ്പ് സമയമില്ലേ. കൽക്കട്ടയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്പീനാച്ചി, ചീര ഐറ്റംസ്, ഇതുപോലെ കടുക് ചീരകൾ, കത്തിരിക്ക, ക്യാരറ്റ്, ഇതിൻ്റെയൊക്കെ സമയമാണ് കേട്ടോ. വില കുറച്ച് ബീൻസ്, ഇതൊക്കെ പച്ച പീ എന്ന് വെച്ചിരുന്നാൽ നമ്മുടെ മട്ടർ, ഇതൊക്കെ ഇതിൻ്റെ സമയം കേട്ടോ. പച്ച മട്ടർ, ഉണങ്ങിയതല്ല, അതിൻ്റെയൊക്കെ സമയമാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ വേണ്ടതിലധികം തണുപ്പ് സമയത്ത് മേടിച്ച് അത് യൂട്ടിലൈസ് ചെയ്യും കേട്ടോ. പിന്നെ മുള്ളങ്കി ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുള്ളങ്കി നേരത്തെയൊക്കെ ഒരുപാട് സലാഡുകൾ വെക്കാറുണ്ട്, പലതരം പരിപ്പിലായിട്ടൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഒരു കമർപ്പായിരിക്കുന്നില്ല. ഇപ്പോൾ അത് കഴിക്കാറില്ല. കാരണം ഞങ്ങൾ പോയി പണ്ട് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പിണ്ടദാനം ചെയ്യാൻ പോയി. അപ്പോൾ പോയി പിണ്ടദാനം നാരായണൻ്റെ പാദത്തിൽ നമ്മൾ പിണ്ടദാനം അർപ്പിക്കുമ്പോൾ ഒരു വെജിറ്റബിളും ഒരു ഫ്രൂട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കസ്റ്റാർഡ് ആപ്പിളും മുള്ളങ്കിയും അന്ന് നമ്മുടെ മനസ്സിൽ നിശ്ചയിച്ചു. പൂജാരിയോട് പറഞ്ഞു കസ്റ്റാർഡ് ആപ്പിളും മുള്ളങ്കിയും കഴിക്കില്ല. അത് ഇനി മരണം വരെ തൊടാൻ പാടില്ല. അങ്ങനെയാണ് അവിടുത്തെ നിയമം. ഗയയിലെ നിയമം. ഗയ ബീഹാറിലെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മുള്ളങ്കിയും കസ്റ്റാർഡ് ആപ്പിളും ഇപ്പോൾ വർഷങ്ങളായി 10, 20, 22 കൊല്ലമായി കേട്ടോ. മേടിക്കുന്നുമില്ല, കഴിക്കുന്നുമില്ല. അതിട്ട കറികളോ ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പിണ്ടതർപ്പണം ഇട്ടതിന് ഒരു ഇത് വരില്ല എന്നാണ് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അതെ, ചീര വേകുന്നുണ്ട്. ചീരയിൽ തന്നെ വെള്ളം ഊറിയതാണ് കേട്ടോ. നമ്മൾ വെച്ചതൊന്നുമല്ല. ഈ സബ്ജിയും കിടക്കുന്നുണ്ട്. ഇതിങ്ങനെ വെന്ത് വരട്ടെ. ഒരു നുള്ളി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഉപ്പിട്ടില്ല. ഇനി ഉപ്പിടണം കേട്ടോ. ചീരയും മത്തങ്ങ ഇടുമ്പോൾ ഞാൻ കുറച്ച് ആ ഒരു പാകത്തിന് ഉപ്പിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ചെറു തീയിൽ അത് വേകട്ടെ. കുറേ സബ്ജി ഇടുമ്പോൾ കുറേ ഇതുമായിട്ട് വരും. അതെനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇവിടെയുള്ളവരൊക്കെ ഇടാറുണ്ട്. വേണമെങ്കിൽ നമുക്ക് മുരിങ്ങയ്ക്ക് ഇടാം ഇങ്ങായിട്ട്. പക്ഷെ മുരിങ്ങയ്ക്ക് ഇടുമ്പോൾ അതൊരു ഇങ്ങനെ തൊണ്ടയിൽ കൊള്ളും. അപ്പോൾ അതാണ് കാരണം കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്ന് കുക്കിംഗ് വീഡിയോയും കൂടെ ഇടണമെന്ന്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് ഇനി ഒരു പരിപ്പുണ്ടാക്കും. ഇന്നലത്തെ കറി മോന് വേണ്ടിയൊക്കെ ചിക്കനും മോനും ഭർത്താവിനും വേണ്ടിയൊക്കെ ഉണ്ട്. ഇന്നലെ എനിക്ക് ഏകാദശിയായിരുന്നു. അരിയാഹാരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് കാലുവേദനയും കൈവേദനയൊന്നും ഇല്ലായിരുന്നത് കേട്ടോ. ബാക്ക് പെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ചിക്കൻ കുനിയയും ഡെങ്കുവും അടുപ്പിച്ച് വന്നു. കാലും കൈക്കൊക്കെ ഭയങ്കര വേദനയായിരുന്നു. തൊട്ട് വേദനയായിരുന്നു കേട്ടോ. പാദം വരെ. ഇപ്പോൾ ഇടത് കാലൊക്കെ ശരിയായി, കൈയും ശരിയായി. വലത് കാലം ഇച്ചിരി ഭാരം പോലെ. അപ്പോൾ രാത്രി ഞാൻ ഹോട്ട് ബാഗിൽ വെള്ളം പിടിക്കും. പിന്നെ ആയുർവേദ മെഡിസിൻ കഴിക്കണ്ട. അത് ഇങ്ങനെയും ഒരു 3 മാസം പിന്നെ എക്സസൈസ് എടുക്കണ്ട കാലിൻ്റെ. അപ്പോൾ അത് പോകും കേട്ടോ. പിന്നെ ഞാൻ നടന്നു വരുമ്പോൾ നല്ല ആക്റ്റീവാണ്. ഇന്ന് കിടന്നിട്ട് എണീക്കുമ്പോൾ ഒരു പിടുത്തമുണ്ട്. പിന്നെ ഇരുന്നിട്ട് എണീക്കാനും ഒരു പിടുത്തമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഡോക്ടർ 3 മാസം കഴിഞ്ഞ് പോകുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പൊടിയിൽ ഇങ്ങനെയാണ് പൊടിച്ച് വച്ചിരിക്കുന്നത്.
എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ കടുക് ചീര ശരിയായി. ഇത് കണ്ടോ, ഒന്നും ഇട്ടിട്ടില്ല. പാഞ്ചി ഫോറനും ഒരു പകുതി സവാള കേട്ടോ. പകുതി സവാള പൊരിക്കാൻ ഒരു സവാള 2 കറിക്കും കൂടെ എടുത്തിട്ടുള്ളൂ. പിന്നെ അത് കൂടാതെ ഒരു കൊല്ലമുളക്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 2-3 ടീസ്പൂൺ പൊടിയും കൂടെ ഇട്ടു കേട്ടോ. അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. കൂടുതൽ പൊടി ഇടുന്നത് ഞാൻ ചച്ചുരിക്കുകയാണ് കേട്ടോ. അതായി ഞാനൊരു ചെറിയ പാത്രത്തിൽ സെർവ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മുടെ കടുക് ചീരയായി കേട്ടോ. അടുത്ത കറി നോക്കാം. അടുത്ത കറി ഇത് പകുതി വേവോളമായപ്പോൾ ഞാൻ സ്പീനാച്ചിയും നേരത്തെ ഞാൻ ഇതൊരു ഇച്ചിരി ഉപ്പ് പിടിക്കാൻ വേണ്ടി, അതായത് ആ കഷ്ണത്തിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടി ഞാൻ ഉപ്പ് ഇട്ടായിരുന്നു കേട്ടോ. ഇച്ചിരി സ്പീനാച്ചിയും മത്തങ്ങയും കൂടെ ഇട്ട് ഒരു ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് അടച്ചു വെക്കും. നല്ലവണ്ണം ചെറുതീയിൽ വേകട്ടെ. ഫ്രണ്ട്സ്, നമ്മൾ ചീര ഇടുമ്പോൾ ഒരുപാട് തോന്നും കേട്ടോ. അത് കുറച്ച് ഇട്ട് കൊടുക്കണം. ചെറിയ ചീനിച്ചട്ടിയായിട്ട്. അപ്പോൾ അത് ചീരയല്ലേ പെട്ടെന്നൊന്ന് താരും. എന്നിട്ട് ചീരയിലുള്ള വെള്ളം, ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. പിന്നെ നീ മത്തങ്ങ ഇടുന്നുണ്ട്. വെന്ത് അലിഞ്ഞ് പോകും. മത്തങ്ങയൊക്കെ പെട്ടെന്ന് അലിയുന്നല്ലേ. മറ്റേതെന്ന് കുറഞ്ഞ വേഗം ഇത്തിരി സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ പച്ചക്കറികളൊക്കെ ഇട്ടത്. എന്നിട്ട് നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായി. എന്നാലും ചീരയ്ക്കും മത്തങ്ങയ്ക്കൊക്കെ പിടിക്കണ്ടേ, ചീരയ്ക്കും മത്തങ്ങയ്ക്ക് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ റോക്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ കൊടുക്കണം. അങ്ങനെ ഉപ്പ് വാരിയിട്ട് അത് തിന്നാനൊന്നും കൊള്ളില്ല കേട്ടോ. നമ്മുടെ നാടൻ കറികൾ, കേരള നാടൻ കറികൾ പോലെ ഈ ബംഗാളികളിലൊക്കെ നാടൻ കറികളാണ് ഇത് കേട്ടോ. അപ്പോൾ വെന്ത് ഞാൻ അടച്ച് വേവിച്ച് വെച്ചതിന് ശേഷം ലാസ്റ്റ് പൊടിയുമിട്ട് അപ്പോൾ ആ കറിയുമായി. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ, മസാലകളൊന്നുമില്ല. കുറച്ച് കാലാജീരവും കറുത്ത ജീരവും മഞ്ഞൾപ്പൊടി മാത്രം അടങ്ങിയതാണ്. ഇച്ചിരി ഇഞ്ചി ഇട്ടു കേട്ടോ. അവിടെ ഇരുന്ന് വേട്ടോ. ആ ചീരയിൽ വെള്ളം ഇറങ്ങിക്കോളും കേട്ടോ. ഇത് നമ്മുടെ ചീര. തേങ്ങയും വേവാറുള്ള ഒന്നും വേണ്ട. നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചീരയൊക്കെ വെച്ച്, അപ്പോൾ ചീരയുടെ വിറ്റാമിൻസൊക്കെ അതിൽ തന്നെ നിൽക്കും കേട്ടോ. ഇത് കണ്ടു ഫ്രണ്ട്സ്, ഒരുത്തനെ അങ്ങോട്ട് കട്ടിലിൽ നിന്ന് എണീക്കുന്നേ ഇല്ല കേട്ടോ. എന്താണെന്നറിയുമോ, നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടെ ഭയങ്കര തണുപ്പാണ്. തറയൊക്കെ നല്ല തണുപ്പും മഞ്ഞൊക്കെ വീണ്. രാവിലെ എണീറ്റു, അച്ഛൻ കൊണ്ടുപോയി 5 മണിക്ക് എല്ലാം കഴിഞ്ഞു. കൈയും കാലൊക്കെ തുടച്ച് കിടന്നിട്ട് ബിസ്ക്കറ്റ് പോലും കഴിക്കാൻ കണ്ണും തുറന്ന് കിടന്നിട്ടും എണീക്കുന്നില്ല അവൻ. ബിസ്ക്കറ്റൊന്നും വേണ്ടേ നിങ്ങൾക്ക്? ബിസ്ക്കറ്റൊന്നും വേണ്ടേ? നമ്മുടെ ചച്ചുടിയായി. ഇതേ കണ്ടോ, ചച്ചുടിയായി കേട്ടോ. ഇവിടെ ഇത്തിരി ഉജാലയുടെ, ഇങ്ങനെയും വെയിലില്ല. 11 മണിയാകുമ്പോഴേ വെയിലിരിക്കുള്ളൂ. 2:30 മണി 3 മണിയാകുമ്പോൾ പോയി. ഇന്നലെ 2 മണിക്ക് തുണിയൊക്കെ ഉണ്ടല്ലോ, കാറ്റ് കൊണ്ട് 11 മണിക്ക് കൊണ്ടൊന്ന് വിരിച്ച തുണി 2 മണിക്ക് നനഞ്ഞ്, കാറ്റും തണുപ്പും കൊണ്ടിട്ട് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഉണങ്ങി നല്ലവണ്ണം ഇരിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ബോഡി ഇടുന്നുണ്ട് കേട്ടോ. ഈ ബോഡി ഇടുന്നു. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ അതൊരു ടേസ്റ്റാണ് കേട്ടോ. ബോഡി ശരീരത്തിനും നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്, ഇതിൻ്റെ ഹൈലൈറ്റ് ഇതാണ് കേട്ടോ. കറികളൊക്കെ ഒരുപാട് കറികളിലൊക്കെ അവർ ഉരുളക്കിഴങ്ങ് കടകളിലൊക്കെ ഇടും. ഇത് ഇനി ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ആ ചീനച്ചട്ടിയിലിരുന്ന് ഒന്ന് നല്ലവണ്ണം ഇതായിട്ട് കിട്ടട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഈ ചീനച്ചട്ടിയൊക്കെ കഴുകും. ഇന്ന് ദീപക്കില്ലല്ലോ. ചീരയായി, പിന്നെ റൊട്ടിയായി. റൊട്ടിയൊക്കെ ഞാൻ രാവിലെ സിൽവർ പേപ്പറിലൊക്കെ, റോളിങ് പേപ്പറിലൊക്കെ ഉണ്ടാക്കി വച്ചു. എന്നിരുന്നാലും ഒന്ന് തണുപ്പായിട്ട് പെട്ടെന്ന് ചായയൊക്കെ അങ്ങോട്ട് വച്ചു കഴിഞ്ഞാൽ തണുക്കും കേട്ടോ. ഞാൻ പിന്നെയും മൈക്രോവേവിൽ ചൂടാക്കി എടുക്കുന്നത്. ചോറായി. പിന്നെ ചിക്കൻ മോന് വേണ്ടി എടുത്ത് വച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. ഞാൻ കഴിക്കത്തില്ലല്ലോ, അപ്പോൾ മോളില്ല. അപ്പോൾ മോനും ഹസ്ബൻഡിനും വേണ്ടിയുള്ളത് അപ്പോൾ ഉള്ളത് ഞാൻ എടുത്തിട്ട് ചൂടാക്കി വെക്കും കേട്ടോ. അല്ലാതെ എപ്പോഴെപ്പോഴും ഫ്രിഡ്ജിൽ നിന്നൊന്നും മാറ്റി വെക്കില്ല. അപ്പോൾ അവർക്ക് മോന് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അത് മതി, ചിക്കനും മുട്ടക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് അവന് വേണ്ടിയുള്ളത് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി മസ്റ്റർഡ് ഓയിൽ ഒന്ന് പൊട്ടിച്ചൊഴിക്കണം. ഇപ്പോൾ ഞാൻ മസ്റ്റർഡ് ഓയിൽ ചോദിച്ചപ്പോൾ കുപ്പിയുടെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ മസ്റ്റർഡ് ഓയിൽ മേടിക്കുള്ളൂ കേട്ടോ. ഫോർച്യൂൺ ഇതാണ് നല്ലത്. മയം കലരാത്ത മസ്റ്റർഡ് ഓയിൽ ഇതാണ് കേട്ടോ. ഇത് കേട്ടോ, ഈ മസ്റ്റർഡ് ഓയിലാണേ. ഫോർച്യൂണിൻ്റെയാണ് ഞാൻ എപ്പോഴും മേടിക്കുന്ന മസ്റ്റർഡ് ഓയിൽ.
അതുകൂടാതെ മോൻ്റെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ചോറ് വെച്ചല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചോറ് എടുത്തിട്ട് അവൻ്റെ ചിക്കനും കൂടെ ഇപ്പോൾ വെക്കും, ചോറും കൂടെ വെക്കും. അപ്പോൾ അവനാണെങ്കിൽ എണീക്കുന്നില്ല കേട്ടോ, തണുപ്പായത് കാരണം. പാവം ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ദീപക്ക് ഇല്ലാത്തതുകൊണ്ട് നല്ല പണിയാട്ടോ, അടിച്ചു വാരണം, തുടക്കണം, പാത്രം കഴുകണം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇങ്ങനെ ബളബള പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. മമ്മ പാത്രം കഴിയുമ്പോൾ പിറകെ വന്ന് വിളിക്കുന്നോ, ബിസ്ക്കറ്റ് വേണ്ടേ? അവിടെ ചേട്ടൻ കിടക്കുന്നു, ബിസ്ക്കറ്റ് വേണ്ടേ? അയ്യോ ക്ഷീണം, ബാ ബിസ്ക്കറ്റ് തരാം, ബാ ബിസ്ക്കറ്റ് തരാം, ബാ ബിസ്ക്കറ്റ് തരാം. ഫ്രണ്ട്സ്, അവനിപ്പോഴാണ് എണീറ്റ് വന്നേ. അടുത്ത് നോക്കൂ, എന്താണ് ഇത് മുറുകണുണ്ടോ? അവിടെ ആരോ നിൽക്കുന്നുണ്ട്, കാല് കൊടുക്കുന്നുണ്ടോ? എൻ്റെ പൊന്ന ഇവിടെ വെയിലത്ത് വന്ന് നിന്നോ, വാ ഇവിടെ വെയിലത്ത് വന്ന് നിന്നോ, വാ. നല്ല തണുപ്പാണ് കേട്ടോ ഫ്രണ്ട്സ്. വെള്ളം ഐസാണ് പൈപ്പിൽ നിന്ന് വന്നു. ഇനി ജാനുവരിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഐസ് പിടിക്കും. അങ്ങനെ എല്ലാ വർഷമൊക്കെ വരാറുണ്ട് കേട്ടോ, ഐസായിട്ട് വരും. കുറച്ച് കഴിഞ്ഞ് ഒരു വെയിൽ വരുമ്പോൾ വെള്ളമായിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ ബക്കറ്റിലൊക്കെ വെള്ളം ചില സമയം ഐസായിട്ടൊക്കെ വരാറുണ്ട്. 1-2 പ്രാവശ്യം അങ്ങനെ ഐസ് പൈപ്പിൽ വന്നിട്ടുണ്ട്. എന്നിട്ടൊരു വെയിൽ വരുമ്പോൾ അത് മെൽട്ടായി വെള്ളം പോലെ വരും. അതിന് ബക്കറ്റിൽ നല്ല തണുപ്പ്, ഭയങ്കര തണുപ്പ്. ഈ വാദമൊക്കെ ഉള്ളവർ ഈ തണുപ്പത്തൊക്കെ ഈ വെള്ളത്തിൽ കിടന്ന് പിടിക്കും. നമ്മളെപ്പോഴും വെള്ളത്തിലുള്ള ജോലിയല്ലേ. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. ഈ ചിക്കൻ ഗുനിയ വന്നപ്പോൾ ഉള്ള കാലുവേദനയേ ഉള്ളൂ കേട്ടോ. അത് ഈ വലത് കാണണം തോന്നുന്നു. ഇപ്പോൾ ആയുർവേദം കഴിച്ചിട്ട് ഒരുപാട് കുറവുണ്ട്. നടക്കുന്നൊക്കെ ഓടി നടക്കും. പക്ഷെ ഒരിടത്ത് ഇരുന്നിട്ട് നമ്മൾ തറയിൽ ഇരുന്നിട്ട് എണീക്കാനോ കിടന്നിട്ട് ഒരു മുട്ടിൻ്റെ അടിയിൽ ഒരു വലിപ്പ് പോലെ. ആരെയും നോക്കുന്നത്, അപ്പുറത്ത് ആരോ നിൽക്കുന്നതാണ്, അവരോട് വർത്താനം പറയുന്നത് കേട്ടോ. അപ്പുറത്തെ ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. അയാൾ അവിടെ ആരോ ഫോൺ ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. അതാണ്, വെയിലൊന്നും അധികം ഉദിച്ചിട്ടില്ല. 10:15 മണിയായി, വെയിൽ ഇത്തിരി വന്നതേ ഉള്ളൂ. ആരോടെ പൊന്നും സംസാരിക്കണം? ആ അപ്പൂപ്പനോടോ ചോദിച്ചേ, എന്താ നല്ലതാണോ എന്ന് ചോദിക്കും. നല്ലതാണോ എന്ന് ചോദിക്കും. ഇതൊക്കെയാണ് ഇവൻ്റെ വികൃതികൾ കേട്ടോ. പാവം കേട്ടോ. തണുപ്പത്ത് അവന് രാവിലെ 5 മണിക്ക് അച്ഛൻ കൊണ്ടുപോയി അപ്പിയൊക്കെ ഇടിപ്പിച്ച് ഞാൻ അപ്പിയൊക്കെ ഇട്ട് അടൊക്കെ കഴുകി തുടച്ച് ടിഷ്യൂ പേപ്പറിട്ട് കഴിച്ചിട്ട് കാലും കഴുകി തുടച്ച് ഞാൻ വന്ന ഉടനെ ബാക്ക് തിരിഞ്ഞ് വരും കേട്ടോ തുടക്കാൻ വേണ്ടി. കാലും കൈയും എടുത്ത് തരും. എന്നിട്ട് കിടന്നതാണ്. ഇപ്പോഴാണ് എണീറ്റ്. 10 മണിക്കാണ് ബിസ്ക്കറ്റ് കഴിക്കാൻ എണീറ്റ്. എൻ്റെ ഇടയ്ക്ക് ഞാൻ ചെന്ന് നോക്കുന്നു, അച്ഛൻ പുതപ്പിച്ച് കൊടുക്കുന്നു. അച്ഛനും അവധിയാണ്. ചേട്ടൻ ഇന്നലെ ബാങ്കിൻ്റെ അത്യാവശ്യത്തിന് വേണ്ടി ഒരിടത്ത് പോയിട്ട് ബൈക്ക് വെച്ചിട്ട് ലോക്കൽ ട്രെയിനിലാണ് പോയത് കേട്ടോ. പാവം അവിടുന്ന് 2 മണിക്കൂർ 10 മണി ലാസ്റ്റ് ട്രെയിനിലാണ് വന്നു കേട്ടോ രാത്രി. അപ്പോൾ 11:30-12 മണിയായി. പാവം വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഇപ്പോൾ ലേറ്റായിട്ടേ പോകത്തുള്ളൂ. ദീപക്കില്ല, അടിച്ച് തുടക്കണം, വിളക്ക് എത്തിക്കണം, തുളസി മന്ത്രമൊക്കെ ചൊല്ലണം. വ്യാഴാഴ്ചയില്ല, ഇന്നലെ ഏകാദശി, ഒരിക്കലും പൂജയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പോയോ അവർ എത്തി നോക്കിയിട്ട് അവരോട് വർത്താനം പറയുന്ന വേണ്ട. എത്തി നോക്കിയിട്ട് അപ്പുറത്തെ ആൾക്കാരടുത്ത് വർത്താനം പറയുന്നതാണ് ഈ കേൾക്കുന്നത്. ഓ വിഴല്ലേ. എന്താണെന്നാണ് ചോദിക്കുന്നത്. ആ അപ്പൂപ്പനോടൊക്കെ ചോദിക്കുന്നത് കേട്ടോ. ചോദിച്ചോ? വിശേഷം തിരക്കിയോ? അപ്പോൾ നമുക്ക് പോവാം താഴെ. എല്ലാവരോടും അവൻ കയറി വിശേഷമൊക്കെ തിരക്കി കേട്ടോ. താഴെ പോയിട്ട് വരാം. നല്ല തണുത്ത കാറ്റ്. അലക്കുന്നില്ല ഫ്രണ്ട്സ്, ഭയങ്കര തണുത്ത കാറ്റ്. ഇന്ന് പൂജയൊക്കെ ചെയ്യണം. അവനില്ല, ദീപക്കില്ല, നല്ല പണിയാണ്. വിശേഷം തിരക്കിയോ? അപ്പൂപ്പനോടൊക്കെ വിശേഷം തിരക്കിയോ? എന്താ ബാ, നല്ല കാറ്റുണ്ട്, ബാ പൊന്നു ബാ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. വരുന്നില്ല അവൻ, ബാ. ആ വെയിൽ കൊള്ളാനാണ് അവന്. പൊക്കം ഇറങ്ങ. കുണുങ്ങി പോകുന്നതുണ്ടോ? കുണുങ്ങി. നമ്മൾ കുറച്ച് തുളസിയും കൂടെ എടുത്തു. പൂ മേടിച്ചു കേട്ടോ. നാളത്തെ പൂ മേടിച്ച് വെക്കണം. പൂവൊക്കെ മേടിച്ചു. ഇന്നത്തെ പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. ഇനി ഞാൻ പോയി നാളത്തെ പൂ മേടിച്ചു വെക്കും. നാളെ അവർ വരൂല പൂക്കാലത്ത്. അപ്പോൾ നാളെ വെള്ളിയാഴ്ചത്തേക്കുള്ള പൂക്കൾ മേടിച്ചുകൊണ്ട് വരുന്നത്. ഇന്ന് കൂവളത്തില, തുളസി ഇലയുണ്ട്, ദർഭമുണ്ട്. ഞാൻ മുകളിൽ നിന്ന് തുളസി ഇല കൊണ്ടുവന്നു. ഇപ്പോൾ ഈ കൊഴിയുന്ന സമയമല്ലേ, ദർഭമുണ്ട്, നീൽകണ്ഠ ഫുള്ളുണ്ട്, അതായത് ശംഖുപുഷ്പമുണ്ട്. മുകളിൽ നിന്നും എനിക്ക് 2-3 ശംഖുപുഷ്പം കിട്ടി കേട്ടോ. ഇന്നത്തെ പൂവായി.
അപ്പോൾ ഇനി വിളക്ക് എത്തിക്കണം, പൂജാപാത്രങ്ങളൊക്കെ കഴുകണം. നാരായൺ മന്ത്രം, തുളസി മന്ത്രം ഇന്നലെ കുറേ ചൊല്ലി കേട്ടോ. തുളസി മന്ത്രവും നാരായൺ മന്ത്രമൊക്കെ, കൃഷ്ണ മന്ത്രമൊക്കെ. ഇന്നലെ ഏകാദശി അല്ലായിരുന്നോ? മോൻ വന്ന് നോക്കുന്നു, എന്നിട്ട് പോകുന്നു. നമ്മുടെ അടുക്കളയിൽ ഡെയിലി വരുന്ന അതിഥി കേട്ടോ. അതുകൊണ്ടോ എണ്ണപ്പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. ഞാനൊരു ഉരുളക്കിഴങ്ങും വെച്ചിട്ടുണ്ട്, അതും കഴിക്കും. ഉരുളക്കിഴങ്ങ് കഴിക്കും, ചിലപ്പോൾ മത്തങ്ങ വെക്കും, അതും കഴിക്കും. അതിന് വേണ്ടി വെക്കുന്ന കേട്ടോ. ചിലപ്പോൾ പേരക്ക, ചിലപ്പോൾ പഴം. അത് കണ്ടോ, എൻ്റെ വീട്ടിൽ ഡെയിലി വരുന്ന അതിഥി. പൂജാ റൂമിലും വരും കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇത് ഇട്ടിരുന്നേ. കണ്ടോ, അണ്ണ. അതിന് ഞാൻ പച്ചക്കറികളൊക്കെ അവിടെ വെക്കാറുണ്ട് കേട്ടോ. അതിന് വേണ്ടി ഈ ഡെയിലി വരുന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ വയ്ക്കും. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ട്, അതാണ് കഴിക്കാൻ വരുന്നത്. ചില സമയം പഴം വെക്കും, ചില സമയം പേരക്ക വെക്കും. അടുക്കളയിലും പൂജാ റൂമിലാണ് വരുന്നത് കേട്ടോ. കണ്ടോ, അടുക്കളയിലും പൂജാ റൂമിലാണ് വരുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നാണ്. അവിടെ ഇരുന്ന് എന്തോ കഴിക്കുന്നതാണ് കാണുന്നത്. വേറെ ഒന്നും കടിക്കൊന്നുമില്ല. നമ്മളിപ്പോൾ ഡെയിലി വരുന്നുള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. പഴവർഗ്ഗങ്ങളോ എന്തെങ്കിലുമൊക്കെ അത് കഴിക്കും. ഇന്ന് കഴിക്കണം. ഡെയിലി വരും. പൂജാ റൂമിൽ വന്ന് ദൈവത്തിന് വെച്ചിരിക്കുക, പൂജ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന് വെച്ചിരിക്കുന്ന അരി കഴിച്ചുകൊണ്ട് പോവുക കേട്ടോ. അതെ കണ്ടോ, അവിടെ ഇരുന്ന ആ എണ്ണപ്പാത്രത്തിലാണ് ഈ കഴിക്കുന്നത്. ഇവിടെ അതിന് കാട്ടാബിരാൾ എന്ന് പറയുക കേട്ടോ. കണ്ടോ, കണ്ടോ, കണ്ടല്ലോ. കണ്ടോ, കണ്ടോ, ഇത് നമ്മുടെ വീട്ടിൽ സ്ഥിരം അതിഥി. എല്ലാവരും പറയുന്നത് ഇത് വന്നാൽ കൊള്ളാമെന്നാണ് കേട്ടോ. നമ്മളില്ലെങ്കിൽ അടുക്കളയുടെ അകത്ത് കയറി വല്ല ഞാൻ അതുകൊണ്ട് ആ ജനലിൻ്റെ അവിടെ ഒരു ഉരുളക്കിഴങ്ങോ പേരക്കയോ പഴവുമോ എന്തെങ്കിലും വച്ചേക്കും. അപ്പോൾ അത് കടിച്ച് തിന്നോളും കേട്ടോ. പാവം, ഡെയിലി വരുന്നതല്ലേ. കണ്ടോ, അണ്ണാനാട്ടോ. അപ്പോൾ ഇത് എൻ്റെ പൂജാ റൂമിലും സ്ഥിരം സന്ദർശകനാണ്. പക്ഷെ പൂജാ റൂമിൽ ഞാൻ വീഡിയോ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അത് ഓടും കേട്ടോ. ഇതാണ് കാര്യം. കാണിച്ചു തരാം, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നാണ്. കണ്ടോ, 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 കണ്ടോ. പിന്നെയും കയറുന്നു. കണ്ടോ, അവനിപ്പം എൻ്റെ വേറൊരു മോനായിട്ട് ഇപ്പോൾ വരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ വരാറില്ല. ഇപ്പോൾ അവൻ വലിയ പേടിയൊന്നുമില്ല. ആദ്യങ്ങളിലൊക്കെ പേടിയായിരുന്നു എൻ്റെ സൗണ്ട്, അടുക്കളയിൽ സൗണ്ട് വെക്കുമ്പോൾ. ഇപ്പോൾ പേടിയൊന്നുമില്ല, അതേ ഓടി കേട്ടോ. എന്താണ് എൻ്റെ മോൻ ഇതെന്താണെന്നാണ് ഈ നോക്കുന്നത്. ഒന്നുമില്ല മോനോ, അണ്ണൻ വന്നതാണ്. അണ്ണൻ, നമ്മുടെ അതിഥി അണ്ണൻ വന്നതാണ്, അതാണ് നോക്കുന്നത്. അപ്പം ഞാനീ പറയണ കേട്ടിട്ടാണ് മോൻ ഓടി വന്ന് നിന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ മോൻ്റെ ഫ്രണ്ടും ഞങ്ങളുടെ ഇലാക്കയിലുള്ള ചെറുപ്പത്തിലുള്ള ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സാഗർ എന്ന് പറയും. ഗുഡ് മോർണിംഗ് സാഗർ എന്ന് പറയും. നമ്മുടെ ചേലി എന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹലോ, അപ്പോൾ അവരുടെ കമ്പനിയാണ് ഇത്, വലിയ മിഷനാണ് ഇത്. കണ്ടോ, ഷോപ്പിംഗ് ബാഗാണ് കേട്ടോ. എല്ലായിടത്തുനിന്നും അവൻ കോൺട്രാക്റ്റ് പിടിച്ച് ചെറുപ്പത്തിലെ എല്ലാം നല്ല ഇതാ ചെയ്യുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ മാല ഇരിക്കുന്നതാണ് ഇത്. കണ്ടോ, ഇവിടെ 2-3 ലേബേഴ്സ്. അപ്പോൾ ഈ ഒരു മിഷനിലാണ് എല്ലാം ചെയ്യുന്നത്. ചെറുപ്പം മുതലേ കാണാമെന്നുള്ളതാണ്. സാഗർ കുछ ना कुछ बोलो हमारा व्यूअर्स के साथ. उसको शादी नहीं होगा, अभी नहीं हुआ ना, इसीलिए कुछ नहीं बोलता. Share and comment please. ഓക്കെ പറഞ്ഞു കേട്ടോ. ആൻറ്റിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ അവൻ്റെ കമ്പനിയൊക്കെ കണ്ടല്ലോ, ഇത് കണ്ടോ. एक टू पॉलिथीन कवर कर दिया तो दिखा के दीजिए. पॉलिथीन कवर 1-2 कवर अभी तो खत्म हो गया. हाँ,
അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ മിഷ്യൻ. ഇവിടെ ഇത് കണ്ടോ, ഇതൊക്കെ റോളായിട്ട് വെച്ചേക്കുന്ന ചെറുപ്പം മുതലേ എല്ലാം സ്മാർട്ട് പയ്യനാണ് കേട്ടോ. എല്ലാം നല്ലതായിട്ടൊക്കെ ചെയ്യും. ഇത് കണ്ടോ വേണ്ട, ഇവിടെ നെയ്ബേഴ്സിരുന്ന് ഇതൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടോ. ഇതെല്ലാം ചെയ്ത് അവർ ഓരോ അതിൻ്റെ കാതും ഇതൊക്കെ പിടിപ്പിച്ച്. അപ്പോൾ ഇത് ചെറുപ്പം മുതലേ ഉള്ള കമ്പനി. ഒരു റൂമിൽ നല്ലൊരു മിഷൻ പഴയത് കിടപ്പുണ്ട്. അവൻ ഇതും ചെയ്യുന്നു. ഇത് കണ്ടോ, റോളായിട്ട് എല്ലാ കടകളിൽ നിന്നും ഷോപ്പിൽ നിന്നും അവൻ കോൺട്രാക്റ്റ് പിടിച്ചെടുത്ത്. പാവം, അവൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അവൻ തന്നെ ഈ കമ്പനിയൊക്കെ തുടങ്ങി. ഇതിപ്പോൾ പൂജ സീസണൊക്കെ ആകുമ്പോൾ ഒരുപാട് വരും കേട്ടോ. പൂജ സീസണൊക്കെ ആകുമ്പോൾ ഒരുപാട് ഓർഡർ വരും. അപ്പോൾ അതൊക്കെ ചെയ്ത് അവൻ്റെ പെങ്ങളെ കെട്ടിച്ചേച്ചു, അമ്മയും നോക്കുന്നു കേട്ടോ. അങ്ങനെ അതെ, ഇതിപ്പോൾ ലേബേഴ്സ് കുറവാണ്. പൂജ സീസണിൽ ഇനിയും ഉണ്ടാവും. ഇത് കണ്ടോ, ഇതൊക്കെ അവർ ഓരോന്നോരോന്ന് പിടിപ്പിക്കുന്നു കാതുകൾ. സാഗർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ മകനെ പോലെ എൻ്റെ മകൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ വന്ന് കിടക്കുന്നതൊക്കെയാണ്. അപ്പോൾ അവൻ്റെ വീടപ്പുറത്താണ്. ഇതാണ് കമ്പനി. ഈ മെഷീനൊക്കെ കാണിക്കാനാണ് ഞാൻ കൊണ്ടുവന്നത് കേട്ടോ. ഇവിടെയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നിറച്ച് വച്ചിരിക്കുന്ന കേട്ടോ. റോളായിട്ട് ഇതൊക്കെ ഇനിയിപ്പോൾ ആ മെഷീനിൽ വെച്ച് കവറാക്കി കാതൊക്കെ പിടിപ്പിച്ച് കൊടുക്കും. നല്ല സ്മാർട്ട് പയ്യനായിട്ടോ. എല്ലാം നല്ലതായിട്ട് കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ ഒരു സിഗരറ്റ് വലിയോ ഒന്നുമില്ല. നല്ല സ്വഭാവമുള്ള ഒരു പയ്യൻ. ചെറുപ്പം മുതലേ എൻ്റെ വീടിപ്പുറത്താണ്. മൊത്തം പച്ചക്കറിക്കാരും ഒക്കെയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലൊക്കെ പച്ചക്കറിക്കാരും ഒക്കെ ഇരിക്കുന്നു. ഇപ്പോൾ കോബി സീസണല്ലേ, അപ്പോൾ അതുകൊണ്ട് കോളിഫ്ലവറും ഒക്കെ വന്നിട്ടുണ്ട്. ക്യാരറ്റ്, കോളിഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. കരിക്കിരിക്കണം. നമ്മുടെ വീട്ടിലെല്ലാം ഇങ്ങനെ വച്ചേക്കും കേട്ടോ. ഇവിടെ നിറച്ച് തിരക്കുള്ള റോഡാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്താണ്. നമ്മുടെ പൂക്കാരത്തി ചേച്ചിയുടെ അടുത്ത് വന്നു. അപ്പോൾ ഇന്നത്തെ പൂ ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ നാളത്തെ പൂവിന് വേണ്ടിയാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. നാളെ ചേച്ചി വരാറില്ല, അതുകൊണ്ട് നാളത്തേക്കുള്ള അപ്പുറത്ത് പൂക്കടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഈ ചേച്ചിയുടെ അടുത്താണ് മേടിക്കുന്നത്. കാരണം ഒത്തിരി കൂടുതൽ ഇട്ട് തരും. ഈ കലശത്തിനുള്ള പഴമൊക്കെ വെച്ചിട്ടുണ്ട്. പൂവളത്തല ചേർത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തുള്ള പൂവ്, വ്യാഴാഴ്ചത്തേക്കുള്ള പൂവ് എൻ്റെ ഹസ്ബൻഡ് മേടിച്ചുകൊണ്ട് വന്നു. നാളെ വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ നാളെ ചേച്ചി വരില്ല, ശനിയാഴ്ച വരുള്ളൂ. അപ്പോൾ നാളത്തേക്കുള്ള പൂ ഞാൻ ഇപ്പോഴേ മേടിച്ച്, തണുപ്പല്ലേ ചീത്തയാവില്ല, വച്ചിരിക്കും. പൂ മേടിക്കാൻ വേണ്ടി വന്നതാണ്. दीदी की खबर वीडियो तुली छे तुम्हारा? हाँ, तुम्हारा फूल दुकान सब कुछ हाँ किया ना। तो आम्ही हात टाइम तुम्हारा खाचे तो फूल नीचे दीदी भालो এটা কিছুটা বলুন വ്യൂവേഴ്സിന്റെ കാছে. আপনি ভালো আছেন তো? നിങ്ങളൊക്കെ നല്ലതാണോന്നോ ചേച്ചി ചോദിക്കുന്നത് കേട്ടോ. എന്നെ ഭയങ്കര കാര്യമാണ് കേട്ടോ. কি করি বহুত ভালো আছে। একটা করে লাইক করবে। ও টাকা দাও। ठीक है, ഭാബി ഭയങ്കര നല്ലതാണ്, ലൈക്ക് ചെയ്യണമെന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ശരി, പൂ മേടിച്ച് ഞാൻ പോകുന്നു വീട്ടിലേക്ക്. ഫുഡ് കഴിക്കണ സമയം ഇപ്പോൾ ഒളിച്ച് കിടക്കുന്ന കേട്ടോ. ഇവനെ അറിയാം ഞാൻ കണ്ടുപിടിക്കൂല എന്ന്. അപ്പോൾ അവന് ഫുഡ് കൊടുക്കാൻ പോകുന്നു കേട്ടോ. ഫുഡ് കഴിക്കാനും മെഡിസിൻ കഴിക്കാനും അവന് ഇത്തിരി വിരോധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കെട്ടാനല്ല, വെറുതെ ഇങ്ങനെ ഒന്ന് എന്നാലേ അവൻ വരുള്ളൂ. ഇല്ലേ ഓടിപ്പോയി കട്ടിൻ്റെ അടിയിലൊക്കെ കിടക്കും. അപ്പോൾ ഫുഡ് കൊടുത്തിട്ടൊക്കെ അവന് ഇനി ഡ്രസ്സൊക്കെ മാറ്റണം, പൗഡറൊക്കെ ഇടണം, തുടച്ചൊക്കെ എടുക്കണം കേട്ടോ. തണുപ്പത്ത് കിടക്കാത്തവനോ കട്ടിലിൽ നിന്ന് താഴെ ഇത് വന്ന് കിടക്കുന്ന കണ്ടോ ഫുഡ് കഴിക്കാതിരിക്കാൻ. ബാ പോഞ്ഞോ വന്നേ, വരുന്നുണ്ട്. ബാ ഫുഡ് കഴിക്കാം, ബാ. ഒളിച്ചു കിടക്കുന്ന ഫുഡ് കഴിക്കാതിരിക്കാൻ. അപ്പോൾ ഫ്രണ്ട്സ്, അവന് ഫുഡ് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫുഡൊക്കെ കൊടുക്കട്ടെ. അവൻ്റെ ഫുഡൊക്കെ തണുക്കാൻ വെച്ചിരിക്കുന്നു. പെട്ടെന്ന് തണുക്കും കേട്ടോ, തണുപ്പായതുകൊണ്ട്. അവന് ഡ്രസ്സൊക്കെ മാറ്റണം, വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, തുടച്ചെടുക്കാൻ എല്ലാം ചെയ്തു. അപ്പോൾ ഞാൻ ഡെയിലി തുടക്കുന്ന വീഡിയോ ഒക്കെ കാണിക്കുന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ആ വീഡിയോ കാണിക്കാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. ഇവനെ കെട്ടാനല്ല, ഇത് ഈ റസ്സി ഇങ്ങനെ കഴുത്തിലിട്ടില്ലേ അവൻ ഓടി കട്ടിൻ്റെ അടിയിലൊക്കെ പോയ പിന്നെ അവനെ വിളിക്കാനും എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ഒരു ഹായ് നന്ദി പൊന്നു. ഹായ് എവിടെ? ഇവിടത്താ ഹായ് എവിടെ? ഹായ് ഇപ്പുറത്തേക്കായി ഹായ്. അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. എൻ്റെ കൊച്ചിന് ഫുഡൊക്കെ കൊടുക്കട്ടെ. അതുവരേക്കും ബൈ ബൈ ബൈ. നോക്കുന്നു വീഡിയോയിൽ കേട്ടോ.